തിരികെ വാർത്തയിലേക്ക്. ഉത്സവ കെട്ടുകാഴ്ചകൾക്ക് നിയന്ത്രണവുമായി സർക്കാർ. ദൂരസ്ഥലങ്ങളിൽ നിന്നും കെട്ടുകാഴ്ചകൾ കൊണ്ടുവരരുത് എന്നാണ് നിർദ്ദേശം. വൈദ്യുതി ലൈനുകൾ അഴിക്കേണ്ടാത്ത വിധത്തിൽ കെട്ടുകാഴ്ചകളുടെ ഉയരം നിയന്ത്രിക്കണം. പോലീസിന്റെയും KCBയുടെയും മുൻകൂർ അനുമതി വാങ്ങണം. പരമ്പരാഗതമായി ഉയരം കൂടിയ കെട്ടുകാഴ്ചകൾ നിലനിൽക്കുന്ന ആരാധനാലയങ്ങളിൽ അണ്ടർഗ്രൗണ്ട് കേബിൾ ക്രമീകരണം ഏർപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം. വിശദാംശങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, പരമ്പരാഗതമായി ഇത്തരത്തിലുള്ള ആചാരരീതികളുണ്ട്, അനുഷ്ഠാന സമ്പ്രദായങ്ങളുണ്ട്. ഇവയെ ബാധിക്കുന്ന തരത്തിൽ തന്നെയാണ് നിർദ്ദേശം, നിയന്ത്രണം വന്നിരിക്കുന്നത്. ഏത് തരത്തിലാണ് ഈ സർക്കാരിൻ്റെ നിർദ്ദേശം? KP പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കാൻ കഴിയുമെന്നൊരു ഉറപ്പുമില്ലാത്ത കുറച്ച് നിർദ്ദേശങ്ങളാണ് പലതും ഈ KSEBയുടേതായി ഊർജ്ജ വകുപ്പിൻ്റെതായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത് ഫലത്തിൽ പല ഇടങ്ങളിലെയും കെട്ടുകാഴ്ചകളുടെ ഉയരം കുറയ്ക്കണമെന്നുള്ള ഒരു സാഹചര്യമുണ്ട്. ഉയരം നിയന്ത്രിക്കണം. പോലീസിൻ്റെയും KSEBയുടെയും ഒക്കെ മുൻകൂർ അനുമതി വാങ്ങേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ചില ദൂരസ്ഥലങ്ങളിൽ നിന്ന് കെട്ടുകാഴ്ചകൾ കൊണ്ടുവരുന്നതിനുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നു. ഇനി ഒരു പക്ഷേ ചില സ്ഥലങ്ങളിലെങ്കിലും ഈ വൈദ്യുതി ലൈനുകൾ അഴിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായാൽ അതിൻ്റെയും അത് പുനഃസ്ഥാപിക്കുന്നതിൻ്റെയും ഒക്കെ ചെലവ് ആ അമ്പലത്തിലെയോ അല്ലെങ്കിൽ ക്ഷേത്ര കമ്മിറ്റികളോ അല്ലെങ്കിൽ ഏത് ആരാധനാലയമാണോ ആരാധനാലയത്തിൻ്റെ കമ്മിറ്റിക്കാർ വഹിക്കേണ്ടി വരുന്ന സാഹചര്യമൊക്കെ സൃഷ്ടിക്കപ്പെടുന്ന തലത്തിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. ഇനി ഇതിൽ പ്രധാനപ്പെട്ട ആ നിർദ്ദേശങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഒന്ന്, ഇതിൽ ഏറ്റവും പ്രധാനമായി 10 നിർദ്ദേശങ്ങളാണ് ഈ പറയുന്ന രീതിയിൽ ഒരു യോഗം ചേരുകയും ഊർജ്ജ വകുപ്പിൻ്റെ യോഗത്തിൽ തീരുമാനമായി അത് ഇപ്പോൾ നിർദ്ദേശങ്ങളായി ഉത്തരവായി പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ ഏറ്റവും ഒന്നാമത്തെ നിർദ്ദേശമായി പറയുന്നത് ഒരു പ്രദേശത്തെ ആരാധനാലയത്തേക്ക് ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ള കെട്ടുകാഴ്ചകൾ, വാടക കെട്ടുകാഴ്ചകൾ അത് കൊണ്ടുവരുന്നത് പൂർണ്ണമായും ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇനി അത് കൊണ്ടുവരണമെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കൊണ്ടുവരേണ്ട സാഹചര്യം ഉണ്ടാകുമെങ്കിൽ അത് വൈദ്യുതി ലൈനുകൾ അഴിക്കേണ്ടാത്ത വിധത്തിൽ അതിൻ്റെ ഉയരം നിയന്ത്രിച്ച് നിർത്തണം. ഉയരം നിയന്ത്രിക്കുക തന്നെ വേണം. അതിനൊപ്പം എന്ത് വേണം? KSEBയുടെയും പോലീസിൻ്റെയും മുൻകൂർ അനുമതിയും വാങ്ങണം. ഇത്തരത്തിൽ അനുമതി വാങ്ങിയിട്ടില്ല എങ്കിൽ പറയുന്ന ആൾക്കാർക്കെതിരെ അല്ലെങ്കിൽ ഈ പറയുന്ന ഉത്സവത്തിൻ്റെ സംഘാടകർക്കെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരവും മറ്റ് നിയമങ്ങൾ പ്രകാരവും കേസെടുക്കുമെന്നുള്ളതാണ് ഒന്നാമത്തെ നിർദ്ദേശം വരുന്നത്. ഇനി പ്രധാനപ്പെട്ട മറ്റ് നിർദ്ദേശങ്ങളിലേക്ക് പോകുന്നതെങ്കിൽ പരമ്പരാഗതമായി ഉയരം കൂടിയ കെട്ടുകാഴ്ചകൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ ഈ വൈദ്യുതി ലൈനുകളുടെ പുനഃക്രമീകരണം അത് മണ്ണിനടിയിൽ കൂടി പോകുന്ന രീതിയിൽ സജ്ജീകരിക്കണമെന്നുള്ള നിർദ്ദേശം. പ്രജിത്ത് പറഞ്ഞതുപോലെ തന്നെ പ്രായോഗികമാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള വിശ്വാസികളുടെ എതിർപ്പ് സ്വാഭാവികമായും ക്ഷണിച്ചു വരുത്തുന്ന ഒരു നിർദ്ദേശം തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തിനുമുണ്ടായത്. പ്രജിത്ത് മോഹനാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.